ഓസ്ട്രേലിയയിൽ കുപ്രസിദ്ധിയാർജിച്ച ഒരു സീരിയൽ കില്ലറായിരുന്നു കാത്ലിൻ ഫോൾബിക് എന്ന സ്ത്രീ. തന്റെ 4 മക്കളെ കൊലപ്പെടുത്തിയെന്ന കുറ്റത്തിന് 20 വർഷത്തോളമായി തടവ് ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു ഇവർ. എന്നാൽ കഴിഞ്ഞയാഴ്ച നടന്ന നാടകീയ സംഭവങ്ങൾക്കു ശേഷം അവർക്ക് തന്റെ കുഞ്ഞുങ്ങളുടെ മരണത്തിൽ പങ്കില്ലെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. 20 വർഷത്തോളം ഏറ്റവും ക്രൂരയായ അമ്മയായി മുദ്രകുത്തപ്പെട്ട ഫോബിൾ അങ്ങനെ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റവിമുക്തയാകുന്നു. ലോകമനസാക്ഷിയെ ഞെട്ടിച്ച ഈ കേസിനാസ്പദമായ സംഭവം നടന്നത് 1989-നും 1999-നും ഇടയിലായിരുന്നു. 1989-നും 99-നും ഇടയിലുള്ള കാലയളവിൽ യാതൊരു വിശദീകരണവുമില്ലാതെ ഫോൾബിഗിന്റെ 4 കുട്ടികളും മരണമടഞ്ഞു. 19 ദിവസത്തിനും 18 മാസത്തിനുമിടയിൽ പ്രായമുള്ളവരായിരുന്നു ഇവരുടെ കുട്ടികൾ. തുടർന്ന് നടന്ന വിചാരണയുടെയും അന്വേഷണത്തിന്റെയും ഭാഗമായി കോടതി കാത്ലിൻ ഫോൾബിഗിനെ തന്റെ മക്കളെ കൊന്നുവെന്ന കുറ്റം ചുമത്തി 2003-ൽ തടവിലാക്കുകയായിരുന്നു. പരിഹാസങ്ങൾക്കും കുത്തുവാക്കുകൾക്കും പാത്രമായിട്ടും ഫോൾബിഗ് എന്ന യുവതി 2 പതിറ്റാണ്ടിലേറെയായി തന്റെ നിരപരാധിത്വം തെളിയിക്കുവാൻ കഠിനമായി പോരാടി. ഈ പോരാട്ടത്തിനൊടുവിലായിരുന്നു സ്വാഭാവിക കാരണങ്ങളാലാണ് കുഞ്ഞുങ്ങൾ മരിച്ചതെന്ന് തെളിയിക്കപ്പെടുകയും ഒടുവിൽ യുവതിക്ക് മാപ്പ് ലഭിക്കുകയും ചെയ്തത്. ഏതാണ്ട് 1/4 നൂറ്റാണ്ടോളം താൻ അവിശ്വാസവും ശത്രുതയും നേരിട്ടു. നിയമത്തിന്റെ എല്ലാ പഴുതുകളുടെയും ഏറ്റവും മോശം നിറഞ്ഞ അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയി. എല്ലാ അധികാരങ്ങളുടെയും ദുരുപയോഗം ഞാൻ അനുഭവിച്ചു. ഓസ്ട്രേലിയൻ കോടതി കുറ്റവിമുക്തയാക്കിയതിനു ശേഷം വ്യാഴാഴ്ച മാധ്യമപ്രവർത്തകരോട് ഫോൾബിഗ് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: എന്റെ കുട്ടികൾ എങ്ങനെയാണ് മരിച്ചത് എന്നതിനുള്ള വ്യക്തമായ തെളിവുകൾ നൂതന ശാസ്ത്രം നൽകിയതിൽ ഞാൻ നന്ദിയുള്ളവളാണ്. കണ്ണുനീരടക്കി ഫോൾബിഗ് കൂട്ടിച്ചേർത്തു. ഫോൾബിഗിന്റെ 3 മക്കളായ പാട്രിക്, സാറ, ലോറ എന്നിവരെ കൊലപ്പെടുത്തിയതിനും മകൻ കാലേബിന്റെ നരഹത്യക്കുമായിരുന്നു അവർ ശിക്ഷിക്കപ്പെട്ടത്. ഫോൾബിഗിനെതിരായ തെളിവുകൾ ഉണ്ടാകുവാൻ കുട്ടികളുടെ മരണശേഷം ഫോൾബിഗ് വൈകാരികമായി എഴുതിയ ഡയറിക്കുറിപ്പുകൾ കാരണമായി എന്ന് പ്രോസിക്യൂട്ടർമാർ അവകാശപ്പെട്ടു. അതേസമയം ഫോറൻസിക് തെളിവുകൾ ഇല്ലാതിരുന്നിട്ടും കുട്ടികളെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയതിന് ഫോൾബിഗ് കുറ്റക്കാരിയാണെന്ന് കോടതി വിധിക്കുകയായിരുന്നു. എന്നാൽ സമീപ വർഷങ്ങളിൽ നടത്തിയ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകളിലൂടെ അപൂർവമായ ജനിതക മാറ്റങ്ങളും അപായ വൈകല്യങ്ങളും കുട്ടികൾക്കുണ്ടായിരുന്നുവെന്ന് തെളിഞ്ഞു. ഇത് പെട്ടെന്നുള്ള മരണങ്ങൾക്ക് കാരണമായിട്ടുണ്ടെന്നും സാധൂകരിക്കപ്പെട്ടു. രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭരായ ചില ഗവേഷകർ ഉൾപ്പെടുന്ന ഓസ്ട്രേലിയൻ അക്കാദമി ഓഫ് സയൻസിലെ നിഗമനങ്ങളാണ് കേസിന് വഴിത്തിരിവായത്. അങ്ങനെ ന്യൂ സൗത്ത് വെയിൽസ് ഗവർണറിൽ നിന്ന് നിരുപാധിക മാപ്പ് നേടിയതിനു ശേഷം ഈ വർഷം ആദ്യം ഫോൾബിഗ് ജയിൽ മോചിതയാവുകയായിരുന്നു. എന്നാൽ ന്യൂ സൗത്ത് വെയിൽസ് ക്രിമിനൽ അപ്പീൽ കോടതി അവളുടെ അപേക്ഷകൾ ഔദ്യോഗികമായി അസാധുവാക്കാൻ പ്രത്യേക നിയമ നടപടിയിലൂടെ കടന്നുപോകേണ്ടി വന്നതിനാലാണ് കഴിഞ്ഞ വ്യാഴാഴ്ച വരെ കുറ്റവിമുക്തയാകുന്നതിന് കാലവിളംബം നേരിട്ടത്.